ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക് ഇവിടെ പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. 300 കിലോമീറ്റർ 400 കിലോമീറ്റർ പോയിട്ട് പെണ്ണ് കണ്ട് എല്ലാം ഒരുവിധം ഓക്കെ ആയി വരും. ഓക്കെ വരുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ മുടങ്ങും. കാരണം കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ നമ്മളോട് ആദ്യം പറയില്ല. അപ്പൊ ഫൈനൽ സ്റ്റേജിലായിരിക്കും ഇവരെ പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറയാം. എന്തുവരെ പഠിച്ചു? B.Ed പിന്നെ കെമിസ്ട്രി, സബ്ജക്ട് കെമിസ്ട്രി. ഇവിടെ കേരളത്തിലാണെങ്കിൽ അങ്ങനെ നടക്കും തോന്നുന്നുണ്ടോ? നടക്കും തോന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എങ്ങനെയുണ്ട്? അതോ അവിടെ എപ്പോ ഇങ്ങനെ പണിയെടുത്തിട്ട് പിന്നെ വയലിൽ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ വീട്ടുകുള്ള ഉണ്ടാവും. അത് കുറച്ച് ഇവിടെ ബുദ്ധിമുട്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയമായി പോയി. ഞാൻ തൃശ്ശൂര് മലപ്പുറം നോക്കിയിട്ടുണ്ട്. തൃശ്ശൂര് പിന്നെ 2-3 പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫൈനൽ സ്റ്റേജിൽ വന്നിട്ട് നമുക്ക് അത് പോവും. അപ്പൊ നമുക്ക് ഓരോന്ന് നമ്മൾ ഓരോ വിഷമമാണ്. പിന്നെ നമ്മൾ ഒരു 2 മാസം റെസ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ട്രൈ ചെയ്യുക, അല്ല നമ്മള് ഡ്രസ് പഠിച്ചിട്ടും കാര്യമില്ല. മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. കാരണം അവിടെ വലിയ അവിടെ മാല ഉണ്ടല്ലോ, പൂമാല, അത് ഫുള്ള് കാണാൻ വരെ ആൾക്കാർക്ക് എല്ലാം കൊണ്ടുപോകാം. ഇവിടെ വെറും സിമ്പിളായി ആരും എതും കൊണ്ടുപോകില്ല. അവിടെ മറിച്ച വീടെന്നെ അറിയില്ല. അവിടെ ഇങ്ങനെ അടുത്തുള്ള വില്ലേജിലേ അറിയും. അവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് രാവിലെ എല്ലാം കഴിയും. അല്ല ഇവിടെ ഉച്ചയ്ക്ക് വരെയും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്നത് ഇതെല്ലാം കുറച്ച് എനിക്ക് ഇഷ്ടപ്പെടല്ലേ. അവിടെ രാവിലെ തന്നെ ഒരു ഫുഡ് മാത്രം ഉണ്ടാക്കും, അങ്ങനെ അത് കഴിയും. മാത്രം കൃഷി പണിക്ക് അങ്ങനെ പോകും. മനസ്സിലായി. സ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങള് സാറ്റർഡേ സൺഡേ ഹോളിഡേ ഉണ്ടല്ലോ. അപ്പൊ ചെറുപ്പത്തിലത്തെ ഒരു 6th സ്റ്റാൻഡേർഡിലത്തെ ഞങ്ങൾ പണിക്ക് പോകും. ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് ഒരു വീട്ടിക്ക് പണിക്ക് പോയിട്ട് അത് പൈസ അവിടെ വലിയ ഇങ്ങനെ പണിക്ക് പോறது ഒരു ഇതായിട്ട് നിனைக்கல. നെഗറ്റീവായിട്ട് നിனைக்கல. ഞങ്ങൾ ഒരു എൻജോയ്മെന്റോടെ പോകും. കല്യാണം കഴിക്കാൻ വേണ്ടി 400 കിലോമീറ്റർ അപ്പുറം തമിഴ്നാട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയ തമിഴ് കേരള കപ്പിളാണ് എന്നോടൊപ്പം ഉള്ളത് അല്ലേ? നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? വിനീഷ്. വിനീഷ്. രാജപ്രിയ. രാജപ്രിയ. അയ്യോ, വാവയുടെ പേരെന്നാ? ഇയൽ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇയൽ എന്നാ വാവയുടെ പേര്. എനിക്ക് ഇയല് തമിഴിൽ എനിക്ക് തോന്നുന്നു എഴുത്ത് സംബന്ധമായിട്ട് എന്തോ ആണ്, റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. മലയാളം അറിയാവോ? അറിയാം. പഠിച്ചു വരുന്നുണ്ടല്ലേ. ഇവിടെ ഈ കേരളത്തിൽ വന്നിട്ടാണോ മലയാളം പഠിച്ചത്? കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ വന്നിട്ടാ പഠിച്ചത്. ഈ ഒരു പോസ്റ്റ് കണ്ട്, FB പോസ്റ്റ് കണ്ടിരുന്നു. കല്യാണം കഴിക്കാൻ ഇവിടെ പെണ്ണ് കിട്ടിയില്ല, അങ്ങനെ എത്ര കിലോമീറ്റർ പോയി, ഇന്ന സ്ഥലത്ത് പോയി. സ്ഥലം എവിടെയാന്ന് പറഞ്ഞേ? വിഴുപ്പുറം ഡിസ്ട്രിക്ട്. എന്റെ വില്ലേജ് നെയിം വന്ന് വിഴുപ്പുറം പറഞ്ഞ ഡിസ്ട്രിക്ട് ആണ്. നമ്മുടെ ചെന്നൈയുടെ അടുത്ത് കിടക്കുന്ന വില്ലേജ് ആണ്. അവിടെ എങ്ങനെയാണ് ഇത്രയും ദൂരം പോയി സെറ്റ് ചെയ്തത്? അല്ല, അങ്ങനെ ഞാനൊരു ഇപ്പൊ നമ്മള് കെട്ടാതെ നമ്മൾ കുറെ സ്ഥലത്ത് അന്വേഷിക്കും. അതെന്താണ് കല്യാണാലോചന? ഇപ്പൊ ഞാനത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ഇത് കാണുമ്പോ തന്നെ ഉള്ളൊരു കാര്യം, എനിക്ക് തോന്നുന്നു അതിന്റെ താഴെ തന്നെ കുറെ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ട്, ചേട്ടാ ഇനി അവിടെ പെണ്ണുണ്ടോ. കാരണം ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക് ഇവിടെ പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു വ്യാപകമായ ഒരു പരാതിയുണ്ട്. പരാതി അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് 35 വയസ്സിനുള്ള ഒരുപാട് പേര് പെണ്ണ് കെട്ടാൻ നിൽപ്പുണ്ട്. പണ്ട് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു, ഇപ്പൊ അത് ഭയങ്കര പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വന്ന് പെട്ടതായിരുന്നു ഇത്? ഏകദേശം അങ്ങനെ പറയാം. നമ്മൾ 27 വയസ്സിൽ എന്റെ പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും, അതായത് നമ്മളിപ്പോ ഇവിടെ നോക്കുമ്പോ എന്റെ ഫാദറിന്റെ ഹൗസ് ശരിക്കും തമിഴ്നാടായിരുന്നു. തമിഴ്നാട് ഫാദർ ഹൗസ് ഉള്ളത് കൊണ്ട് നമ്മുടെ നാട് ഇവിടെയാണ്. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അച്ഛന്റെ നാട് തമിഴ്നാടാണ്. അപ്പോ നമ്മളിവിടെ പെണ്ണ് നോക്കുമ്പോ എല്ലാരും ഒന്ന് നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, അതുപോലെ തന്നെ ഒരു ജോലി എല്ലാം കൂടി അന്വേഷിച്ച് വരുമ്പോ പലർക്കും പറ്റുന്നില്ല. എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഹൈ കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. കേരളത്തിൽ ഡിമാൻഡ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ചെല്ലുമ്പോ എന്തൊക്കെ ഡിമാൻഡുകളായിരുന്നു ഒരു പക്ഷേ നേരിട്ടത്? ഡിമാൻഡ് എന്ന് പറയുമ്പോ, അതായത് മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് എല്ലാം ഒരുവിധം ഓക്കെ ആയി വരും. ഓക്കെ വരുമ്പോ ലാസ്റ്റ് സ്റ്റേജിൽ മുടങ്ങും. കാരണം കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ നമ്മളോട് ആദ്യം പറയില്ല. അപ്പൊ നമ്മളിതിനു വേണ്ടി കുറെ, നമ്മളൊരു പെണ്ണാളിൽ പറയുമ്പോ ഇപ്പൊ ഒരുപാട് എക്സ്പെൻസ് ആണല്ലോ. നമ്മളൊരു ദൂരത്ത് പോകണമെങ്കിൽ തന്നെ ബ്രോക്കർ അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ ആക്കി പോയിട്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലായിരിക്കും ഇവരെ പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് വീണ്ടും ഡെസ്പ് ആവും. അങ്ങനെ ആണ് മാട്രിമോണിയിലൂടെ നോക്കാന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അപ്പൊ ആദ്യം ഞാൻ നോക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഈ 1 year പറഞ്ഞൊരു കാസ്റ്റ് ഉണ്ട് തമിഴ്നാട്ടിലാണത്. 1 year എന്ന് പറയും. 1 year. അപ്പൊ ആ കാസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ചുമ്മാ അങ്ങനെ ജസ്റ്റ് എന്റെ ഫാദറിന്റെ ഹൗസ് അവിടെയാണ്. അപ്പൊ നമ്മൾ വെറുതെ ഒരു അപ്രോച്ച് ആയിട്ട് പോയി നടക്കാം. നമുക്ക് താല്പര്യമില്ലെങ്കിലും ഈ പെണ്ണുങ്ങളുടെ വീട്ടിൽ ഇത് ചോദിക്കല്ലോ മെയിൻ ആയിട്ട്. നമുക്കെന്ത് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോ ഞാൻ പ്ലേ സ്റ്റോറിൽ ചുമ്മാ തപ്പി നോക്കിയപ്പോ 1 year എന്നൊരു മാട്രിമോണി ഉണ്ട്. അപ്പൊ അടിച്ച് കയറി ആദ്യം റിക്വസ്റ്റ് കൊടുത്തു. അപ്പൊ ഒരു കുട്ടി ഏകദേശം ഓക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കുട്ടിക്ക് മുന്നേ എനിക്കൊരു കുട്ടി ഓക്കെ ആയിരുന്നു. അവളുടെ വീട്ടിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ 300 കിലോമീറ്റർ 400 കിലോമീറ്റർ പോയിട്ട് പെണ്ണ് കണ്ട് എല്ലാം ഓക്കെ. പക്ഷെ അവിടെ ഇപ്പോൾ കുറച്ച് വിശ്വാസങ്ങൾ കൂടുതലുണ്ട്. അതായത് ഈ പൂവിട്ട് നോക്കിയിട്ട് നമ്മള്
ദൈവത്തിനോട് സമ്മതം ചോദിക്കണ പോലെ. അതൊക്കെ ഞങ്ങൾ പോയി ഒരുപാട് എക്സ്പെൻസീവ് നമ്മളവിടെ പോകണം, വണ്ടി എടുത്ത് പോയി ചെലവ് ചെയ്ത് ഒക്കെ നമ്മൾ നോക്കിയ സമയത്ത് അതും ഇതേപോലെ തന്നെ ഞാൻ വർക്ക് ഇവിടെ പറഞ്ഞിട്ട് അവർക്ക് താല്പര്യമില്ല, തമിഴ്നാട്ടിൽ താല്പര്യമില്ല. ദൂരത്ത് അവർക്ക് പറയുമ്പോ അവർക്ക് ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ ഉള്ള ദൂരം. പിന്നെ വീണ്ടും ഡെസ്പായി ആ മാട്രിമോണി വീണ്ടും അൺഇൻസ്റ്റാൾ. വീണ്ടും ഞാനൊരു 3 മാസം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്തു. വെറുതെ റിക്വസ്റ്റ് കൊടുത്തു. കാരണം ഞാൻ മെയിൻ ആയിട്ട് ആ മാട്രിമോണി ഇതാക്കാൻ വേണ്ടി നോക്കിയത് അത് കുറച്ച് ആ മാട്രിമോണിയിൽ കുറച്ച് പൈസ കുറവുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും 3000-ന്റെ മുകളിലായിരുന്നു. അതായത് മാട്രിമോണിയിൽ പൈസ കൊടുത്ത് കാരണം ലോക്ക്ഡൌണിലാണ് നമുക്ക് വരുമാനമായാലും വേറെ എന്തെങ്കിലും ഞാൻ ഒരു നായ്ക്കുട്ടനെ വെച്ചിട്ട് സമയത്ത് ബിസിനസ് ഒക്കെ ചെയ്തിരുന്നു. വേറെ ഒന്നുമില്ല, ജോലി ഇല്ലല്ലോ. ഒരു പകിനെ വളർത്തിട്ട് അങ്ങനെയൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പൊ പൈസ വേണ്ടി ഡിമാൻഡ് ആയിട്ട് 2500 രൂപയ്ക്കാണ് ഈ മാട്രിമോണി ഏറ്റവും കുറവ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ദിവസം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്തിട്ട് 3 ദിവസം കാത്തിരുന്നു. നമ്മൾ റിപ്ലൈ വരണ്ടേ, കാരണം നമുക്ക് മെസ്സേജ് അയക്കുള്ള ഓപ്ഷനോ അതിൽ വരുന്നില്ല. ആകെ 10-30 കോൺടാക്ട് തരുള്ളൂ. അപ്പൊ ആദ്യം തന്നെ എന്റെ നമ്പർ ഷെയർ ചെയ്തു. അപ്പൊ ഇവള് എന്നോട് ചാറ്റ് ചെയ്തു. നമുക്ക് വാട്സപ്പ് നമ്പർ ചോദിക്കണമെന്നുണ്ട്, മടിയാണ്. അത് നമുക്ക് നമ്മളെ കുറിച്ച് വിലയിരുത്തില്ല. കുറച്ച് ദിവസം നോർമലി സംസാരിച്ച് അങ്ങനെ പിന്നെ ഇവള് നമ്പർ തന്ന് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തമിഴ്നാട്ടില് അച്ഛനുണ്ടെങ്കിലും നമ്മൾ ഫുൾ ടൈം ഇവിടെ നിൽക്കാത്തുള്ളൂ. ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെ, ചെറുപ്പം പോലെ ഇവിടെ, 1ാം ക്ലാസ് മുതൽ ഇവിടെ. നമുക്ക് തമിഴ് പറയാൻ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഇവരെ നാട്ടിലെ തമിഴ് പറയുമ്പോൾ ഭയങ്കര ഗ്രാമപ്രദേശത്തുള്ള സ്പീഡായുള്ള തമിഴാണ്. ഇവളുടെ അമ്മ പറയണപ്പോഴേക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ സംസാരിച്ച് ഓക്കെ. ഇവള് പറയുന്നത് എനിക്ക് തമിഴ് അറിയണ്ടെങ്കിൽ തമിഴ് അറിയണില്ലല്ലോ എന്ന് സംസാരിച്ചപ്പോ ഏകദേശം അങ്ങനെ ഓക്കെ. ഞങ്ങളൊരു കൂടുതൽ സംസാരിച്ചു, അങ്ങനെ അടുത്തുപോയി. പിന്നെ വീട്ടില് നമ്മളൊരു മാട്രിമോണി, പ്രണയാന്ന് പറഞ്ഞില്ല, മാട്രിമോണി വഴി വന്ന ഒരു ഇങ്ങനെ ആലോചന പോലെ നടത്തി. ഇവളുടെ ഏട്ടൻ എന്നെ വിളിച്ചു, സംസാരിച്ചു. അപ്പോഴും ഇവൾക്ക് ഒരു വിശ്വാസം നമ്മൾ കൊടുക്കണ്ടേ ആദ്യം സംസാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം സംസാരിക്കുക, എന്നിട്ട് എനിക്ക് വിശ്വാസം വന്നാൽ മാത്രം മതിയായിട്ട് ഞങ്ങളൊരു 3-4 മാസം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഇവളുടെ വീട്ടിൽ നിന്ന് റിപ്ലൈ കിട്ടാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ കല്യാണം എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോയത്. രാജപ്രിയ, നമ്മുടെ മലയാളികളെ പെൺകുട്ടികളെ തമിഴരായിട്ടുള്ള ഒരുപാട് പേര് കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, സിനിമ ചോദിക്കാറുണ്ട്, നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ചോദിക്കാറ്. അതെ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പെണ്ണെടുക്കുന്നത് കുറവാണ്. പക്ഷെ പാലക്കാട് ബോർഡറിലൊക്കെ വലിയ കുഴപ്പമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പെണ്ണെടുക്കുന്ന കുറവാണ്. പക്ഷെ ഈ കഴിഞ്ഞിടയും ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഓരോ ചെക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർക്ക് എപ്പോഴും കേരളത്തിലെ പെണ്ണുങ്ങളെ മതി അവരെപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടേ. അപ്പോ രാജശ്രീക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പം മലയാളി പയ്യൻ എന്നുള്ള ആലോചനയായിരുന്നോ അതോ കല്യാണം കഴിക്കാൻ ഒരാള്, എങ്ങനെയായിരുന്നു? ആദ്യം ഇങ്ങനെ അവങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അറിയില്ല, കുറച്ച് அவங்க ഓക്കെ അങ്ങനെ തോന്നൂല്ലേ. അങ്ങനെയും പിന്നെ അവിടെ അമ്മ അച്ഛനും അവിടെ ഉണ്ട്, തമിഴ്നാട്ടിലെ. പിന്നെ വർക്ക് മാത്രം ഇവിടെയാ. പിന്നെ ഇടയ്ക്ക് അങ്ങനെ അവിടേക്ക് പോവും. അങ്ങനെ ഇതായിട്ട് കുറച്ചൊക്കെ നോണ പറയും, എപ്പോഴവിടെ വരാന്നൊക്കെ പറയും. ഇടയ്ക്ക് വീട്ടിക്ക് വീട്ടിക്ക് പോകണം, അങ്ങനെ തമിഴിലേ പേസിക്കോ വീട്ടിക്ക് പോകണം അങ്ങനെ വിചാരിച്ച അപ്പൊ പോവാ അങ്ങനെ പറഞ്ഞു. തമിഴ് മറന്നുപോയി. ഇപ്പൊ ഞാൻ ഏതാ ഭാഷ പറയുന്നത്? തമിഴില് പറഞ്ഞോ? தமிழிலே பேசிக்கோ. எனக்கு புரியும், நான் வந்து டிரான்ஸ்லேட் பண்ணிக்கிறேன். ஓகே, நான் கேட்டது உங்களுக்கு பிடிக்குமா, அந்த மலையாளி பையனை பிடிக்குமா? பிடிக்கும். കേരളത്തിൽ വരുന്നത് ഭയം എതുമേ ഇല്ലയാ? ഭയം ഫസ്റ്റ് ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടായി, അങ്ങനെ ഇരുந்துச்சு பயம். அப்படி யாரையும் இப்போ உடனே நம்ப முடியாது இல்லையா? ஃபர்ஸ்ட் வந்து நம்ம சைடு இருக்கிறவங்களே இப்போ நம்ம பார்த்துருக்கிறவங்களே அந்த அளவுக்கு நல்லவங்களா இருப்பாங்கன்னு தெரியாது, திடீர்னு அவங்க மாறிப்பாங்க. இருந்தாலும் ஏட்டம் പറഞ്ഞില്ല ഇതുപോലെ பூ போட்டு பாக்குறது அந்த மாதிரி. ഫസ്റ്റ് ഇവங்க കിட்ட பேசும்போது எனக்கு ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടില് പറഞ്ഞാ വീട്ടില് വന്ന് ഇவ்வளவு ദൂരനാ വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞു. അമ്മ അച്ഛൻ ഏട്ടെല്ലാം ഇത്ര ദൂരം വേണ്ടാന്ന് നാനേ അവിടെ തന്നെ വന്നത്. ഞാൻ ഒരേ പൊണ്ണാ വീട്ടിക്ക്. എന്റെ ഏട്ടനുക്ക് யாரும் ആദ്യം ഇഷ്ടമില്ല. പിന്നെ നാനാ முடிவெடுத்துதா இவங்களை வந்து மேரேஜ் பண்ணது. எனக்கு வந்து சாமி பக்தி അങ്ങനെ ഉണ്ട്. நானும் அதே போல பூ ഇങ്ങനെ போட்டு பார்க்கங்க, அந்த மாதிரி போட்டு பார்த்துட்டா இது பண்ணது. அது போட்டு നോക്കിയോ? போட்டு നോക്കി. ஆனா இது அப்பலாம் யாருக்கும் പറയില്ല, അമ്മ കിട്ടിയോ പിന്നെ ഏട്ടൻകിട്ടിയോ പറയില്ല. പിന്നെ ഞാൻ ഇപ്പൊ റീസെന്റാ പറഞ്ഞത്. അങ്ങനെ நம்மளுக்கு ஒரு விசுவாசம் இல்ல, சரி சாமியே ஓகே சொல்லிடுச்சு அந்த மாதிரி. சோ அந்த மாதிரி போட்டுட்டா அந்த ഈ പൂ ഇട്ടിട്ട് എങ്ങനെയാണ് പറയുന്നത്? കുങ്കുമം വിഭൂതി ഉണ്ടല്ലോ, ഭസ്മം. இது ரெண்டு சாமி ரூம்ல நம்ம ரெண்டு போட்டுட்டு நம்ம மனசுல வந்து நல்லதுன்னா இது வரணும்னு விசாரிக்கும். குங்குமம் வரணும்னா நல்லது நடக்கும்.
விபூதி வந்தா அது வேண்டாம்னு இருக்கும், மேரேஜ் பண்றதுக்கு வேண்டாம். അതെ അതെങ്ങനെയാണെന്നാ പറയുന്നത് സ്വാമി നമ്മുടെ പൂജാമുറിയില് അത് എനിക്കറിയില്ല, ഇവിടെ പറയുന്ന കുറെ ആചാരങ്ങൾ ഇപ്പോൾ എനിക്ക് അറിയില്ല. അത് പൂജാമുറിയില് കുങ്കുമവും விபூதியும் ஒரு கடலாஸ்ல പൊതിഞ്ഞു വെക്കും. പൊതിഞ്ഞു വെക്കും. പിന്നെ നമ്മ ഒരു ചെറിയ കുട്ടി ഉണ്ടാവും, ആ കുട്ടിക്കിட்ட രണ്ടുതിലും ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നു. അങ്ങനെ ചൂസ് ചെയ്തിട്ട് അത് കുങ്കുമം കൊടുത്താൽ അത് നല്ലതാ പറയും, കല്യാണം കഴിക്കലാ അങ്ങനെ. പിന്നെ വിഭൂതി വന്നാ അത് വേണ്ടാന്ന്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചോദിക്കുന്നില്ലേ? നമ്മളൊന്നുകൂടി ഫോർവേഡായി. പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആദ്യം വലിയ പിന്നെ അവിടെ പോകുമ്പോൾ ഇഷ്ടം. കാരണം ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തിനുള്ളിൽ ഒരുപാട് ഫംഗ്ഷൻ അവിടെ ഉണ്ടായി. പക്ഷെ നമ്മളോടൊപ്പം ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഓണം ഭയങ്കര സെലിബ്രേഷൻ, നമുക്ക് 10 ദിവസം ഓണമായിരുന്നു. ഇപ്പൊ നമ്മള് തലേ ദിവസം, ഇപ്പൊ പെരുന്നാളായിരുന്നു തലേ ദിവസം. പക്ഷെ അവളുടെ അവിടെ പോയിട്ട് ഇപ്പൊ നമ്മളിപ്പോ അടുത്ത ഉത്സവം കഴിഞ്ഞ് ദീപാവലിയുടെ മുന്നേ മറ്റേ പൂജ ഉണ്ടായിരുന്നു, വിശ്വകർമ്മ പൂജ, അങ്ങനത്തെ ഒരുപാട്. അതൊക്കെ ഒരു നോൺ വെജ് കഴിക്കില്ല, അങ്ങനെ ഭയങ്കര ഇതാണ്. നമ്മളോടൊപ്പം പിന്നെ അങ്ങനത്തെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാനിവിടെ വന്നിട്ട് നമ്മള് എന്നും മീനും ചോറൊക്കെ മീനാണല്ലോ, ഇവരവിടെ അതൊന്നും കഴിക്കില്ല. എന്നും ആഘോഷം എന്ന് പറഞ്ഞാൽ വിശേഷങ്ങൾ കൂടുതലാണ്. ഇപ്പൊ ഈ വെള്ളിയാഴ്ച വീട് ക്ലീൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇതുള്ളതുകൊണ്ട് നീണ്ടു. ഇവിടെയാണ് ഇഷ്ടം കക്ഷിക്ക്, അവിടെയാണ് ഇഷ്ടം? അങ്ങനെ ഒന്നുമില്ല, രണ്ട് ആൾക്കാർ അത്ര ആയില്ല, എന്നാലും കളിക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് അവിടെയാണ്. കാരണം ഒരു 7 ഏക്കർ സ്ഥലമാണ് ഇവർക്ക് അവിടെ. ജന്മിയുടെ മകളാണല്ലേ? ശരിക്കും അങ്ങനെ പറയാം. പക്ഷെ അതാ പറഞ്ഞ ഞാനൊരു കണ്ടല് ഇതൊക്കെ വലിയ ആൾക്കാരുകളാ ഉണ്ട്, ഞങ്ങളെ കാട്ടില് വലിയ ആൾക്കാരുകളാ ഉണ്ട്. അതായത് അവിടെ 7 ഏക്കർ ആണെങ്കിലും വലിയ വീടായിരിക്കില്ല. നമ്മളിവിടെ ചെറിയ സ്ഥലമാണെങ്കിലും 3 സെന്റ് 4 സെന്റിലും വലിയ വീടായിരിക്കും. അതാണ് അവിടുത്തെ വ്യത്യാസം. അവിടെ കൃഷിയാ കൂടുതൽ, കൃഷിയാണ് മെയിൻ. എന്തുവരെ പഠിച്ചു? MSc BEd കെമിസ്ട്രി. എന്നിട്ട് ഇപ്പൊ ജോലി വല്ലോ? ഇപ്പൊ ഇല്ല, കുട്ടിയായിട്ട് ഇല്ല. കല്യാണം കഴിഞ്ഞത് മുന്നേ ജോലിക്ക് പോയി, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ല. MSc BEd പിന്നെ കെമിസ്ട്രി, സബ്ജക്ട് കെമിസ്ട്രിയാണ്. ഇത്രയും പഠിച്ച ആളെ കല്യാണം ആലോചിക്കും. ഇവിടെ കേരളത്തിലാണെങ്കിൽ അങ്ങനെ നടക്കും തോന്നുന്നുണ്ടോ? നടക്കും തോന്നില്ല, കാരണം ഞാൻ ഇതിന്റെ താഴെയുള്ളവരെ നോക്കിയിട്ട് നടന്നില്ല, ഏകദേശം നടന്നില്ല. അപ്പൊ കുറെ പേര് അതന്നെ പറയുന്നത്, നമ്മുടെ ഉള്ളവർക്കൊന്നും ഡിമാൻഡ് കുഴപ്പമില്ല, കുട്ടികൾ കിട്ടാണ്ടോന്ന്. പക്ഷെ അവിടെ എല്ലാവരും ഇപ്പൊ ഡിമാൻഡ് നോക്കുന്നുണ്ട്. ആദ്യം നോക്കിയായിരുന്നില്ല, ഇപ്പൊ നോക്കി തുടങ്ങി. മാറ്റങ്ങൾ വന്നപ്പോ തമിഴ്നാട്ടില് ഡിമാൻഡ് കൂടുതലാണ്. ഇവിടെ അവിടെയൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, നല്ല സ്ഥലം വേണം. നമുക്ക് 1 ഏക്കർ പറഞ്ഞ വലിയ സ്ഥലം, ഇവർക്ക് 1 ഏക്കർ ചെറിയ സ്ഥലം. അത് എന്റെ വീട്ടില് ആദ്യം ഇങ്ങനെ പറഞ്ഞു, സ്ഥലമെല്ലാം ഇല്ല അങ്ങനെ. ഇത് എന്നോട് മുയற்சிയാലേ നടന്നത് കല്യാണം. നിർബന്ധം പിടിച്ചിരിക്കും. അതങ്ങനെ, കാരണം നമ്മളിപ്പോ ഞാൻ കുറെ ആൾക്കാർക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം കുട്ടികളായിട്ട് അടുപ്പം വരണം. അവിടെ എല്ലാരും ചേച്ചിയുടെ ചേച്ചി എല്ലാം അവിടെ അടുത്ത് തന്നെ വീട്. ഞാൻ മാത്രം 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. പെട്ടെന്ന് നമ്മള് കാണാൻ പറ്റില്ലല്ലോ, അതങ്ങനെ പറഞ്ഞു. മലയാളി ആരെ വിശ്വസിക്കണം എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഒരു എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ്. അതായത് കേരളത്തിന് മുമ്പ് വന്നിട്ടേ ഇല്ലല്ലോ? ഇല്ല, വന്നിട്ടില്ലേ. കല്യാണം കഴിഞ്ഞിട്ടാ വന്നത് ആദ്യമായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഇതുപോലെ നല്ല കുറച്ച് ഇങ്ങനെ ഹിൽസ് പ്ലേസ് ഉണ്ടല്ലോ, അത് നല്ല ഇഷ്ടമായി ഇവിടെ വന്നിട്ട്. പിന്നെ കുറച്ച് അതായത് മാരേജുക്ക് മുன்னாடி ഇപ്പൊ പഠിച്ചിട്ടിരിക്കുമ്പോൾ വീട്ടിൽ എങ്കിലും പുറത്ത് അധികം അയക്കില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടാ കുറെ സ്ഥലത്തൊക്കെ അങ്ങനെല്ലാം ഇങ്ങനെ പുറത്തെല്ലാം പോയിട്ടുണ്ട്. സോ അത് കുറച്ച് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടേ, നമ്മള് ആദ്യമായിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു ഷോർണൂര് മന്തി, നമ്മളോട് മന്തി അങ്ങനത്തെ ആണല്ലോ, നമ്മൾ അറേബ്യൻ ഫുഡ് ആണല്ലോ, അതുകൊണ്ടേ കഴിപ്പിച്ചു. കാരണം ഇവര് അങ്ങനെ നോൺ വെജ് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടേ കഴിപ്പിച്ചു. ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൾക്ക് മന്തി കണ്ടപ്പോ നമ്മളെ വേവാത്ത നമ്മുടെ മന്തി അങ്ങനെ ഇവർക്ക് പൊളിച്ചൊക്കെ ഒരു മസാല ഒക്കെ വേണം. അത് കണ്ടിട്ട് ഇവൾക്ക് വേണ്ട. നമ്മൾ ഇത്രയും കോസ്റ്റ് ഇട്ട് 100-300 രൂപ മന്തിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോസ്റ്റ് ഇട്ട കുറെ പേര് അതിന് നല്ലതാ പറയുന്നത്. കാരണം നമ്മൾ തീറ്റിപ്പിച്ചതാണ്. കാരണം അവിടുത്തെ ഭക്ഷണം നല്ല രീതിയിൽ. ഭക്ഷണത്തിന്റെ എന്താ പറയാ, എരിവ് കൂടുതലാണോ ഇവിടെയാണോ കൂടുതൽ അവിടെയാണോ? അല്ല, കൂടുതൽ ഇവിടെയുണ്ട് അവിടെയുണ്ട്. ഒരു ചിലർ കഴിക്കരുതോ ഇവരവിടെ മെയിൻ ആയിട്ട് പുറത്തുനിന്ന് മേടിക്കലില്ല. ഇവരൊക്കെ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തുനിന്ന് മേടിക്കാണ്. ഇവരവിടെ കൃഷിയാണ്, സ്വന്തമായിട്ട് എണ്ണയിലും നിലക്കടല അതുപോലെ കൃഷിയാണ്. അപ്പൊ ഈ കൃഷിയുള്ളതുകൊണ്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരിക. ഈ പറഞ്ഞ ചുവന്ന പയറ് അതൊക്കെ ഉള്ള വീട്ടിൽ കൃഷിയുണ്ട്, ഒക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരും. അപ്പൊ ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ കുറെ പേര് ഇത് ഇനി അവിടെ പോകുമ്പോ ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ കൊറിയർ ചെയ്യാന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്ന് കൊണ്ടുവരാൻ നമുക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ കൃഷിക്കൊക്കെ പാടത്തൊക്കെ ഇറങ്ങി ചെറുതിലെ പോയി അതെല്ലാം അറിയാം എനിക്ക്. കൃഷി പണി എല്ലാം അറിയാം. ഭക്ഷണം ഉണ്ടാക്കുന്നത് മാത്രം കുക്കിംഗ് മാത്രം അത്ര ഞാൻ ചെയ്തിട്ടില്ല. വീട്ടിലെ അധികം ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കുന്നില്ല. കൃഷിക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ
ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എങ്ങനെയുണ്ട്? ആ അതോ അവിടെ എപ്പോ ഇങ്ങനെ പണിയെടുത്തിട്ട് പിന്നെ വയലിൽ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ വീട്ടുക്കുള്ള ഉണ്ടാവും. അത് എനിക്ക് കുറച്ച് ഇവിടെ ബുദ്ധിമുട്ടാ. ഇപ്പൊ കുട്ടി വന്ന ശേഷം കുഴപ്പമില്ല. ഇപ്പൊ കുട്ടിയെ നോക്കരുത്, അത് ഇങ്ങനെ സമയം പോവും. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇറക്കരുത് ഒരു എനിക്ക് തോന്നി. കാരണം ഇവരൊക്കെ ആ വീഡിയോ നല്ല നടക്കും. എപ്പോ നീച്ചിട്ട് സ്ഥലം വെള്ളം വെക്കരുത്, സ്ഥലത്തേക്ക് വെള്ളം ഇങ്ങനെ പശുക്കളൊക്കെ ഉണ്ട് നീച്ചിട്ട് ഇങ്ങനെ നടക്കും. 3 പശുക്കളുണ്ട്. അതാണ് നമ്മളോട് വന്ന പാക്കറ്റ് പാലടക്കം നമ്മള് മേടിക്കണം. അവരെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാമേ എന്റെ വീട്ടില് നെല്ല്, പിന്നെ നിലക്കടല ഉണ്ടല്ലോ, അതിലെ എണ്ണ എടുക്കും. അത് കൃഷി ചെയ്യാനും പിന്നെ അറിയാം. ഉളുന്ന്, ചെറുപയറ്, ഉണക്കപ്പയറ് ഇതെല്ലാമേ എന്റെ കൊണ്ടുവരും പോകുമ്പോ പുറത്തുനിന്ന് ആകെ കുറച്ചേ മേടിക്കുള്ളൂ. പിന്നെ എണ്ണ വീട്ടില് ഞങ്ങളെ ഉണ്ടാക്കരുത്. അത് ഒരു കൊല്ലത്തേക്ക് ഒരു 15 ലിറ്റർ അങ്ങനെ സ്റ്റോക്കിൽ ഇരിക്കും. ഇവിടെ കഴിയും മുതലേ എപ്പോ ഇങ്ങനെ മേടിക്കും. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നത്. നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, അവിടെ നിലക്കടല എണ്ണ യൂസ് ചെയ്യും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ വെളിച്ചെണ്ണ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഏതായിരുന്നു ടേസ്റ്റ് വ്യത്യാസം? എനിക്ക് നിലക്കടല തന്നെ ടേസ്റ്റ്. അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവരെ വീട്ടില് മീൻസ് നമ്മുടെ അവിടുത്തെ പോലെ അവിയല് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇല്ല. അതാണ് ഫസ്റ്റ് ഇവരെ വീട്ടില് കല്യാണം കഴിക്കാൻ വേറെ റീസൺ കൂടി ഉണ്ട്. ഇവരെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വരും. ഇവിടെ ഇംപ്രസ് ചെയ്തു, ഇനി വീട്ടുകാരെ ഇംപ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ സാറുമാരൊക്കെ വന്ന് മെയിനായിട്ട് കോളേജ് പഠിച്ച കല്യാണത്തിന് MSc സ്റ്റാഫായി. ഞാൻ MSc പഠിക്കുമ്പോൾ അവർ എനിക്ക് സ്റ്റാഫ്. അവർ വന്നു കല്യാണം ഇങ്ങനെ മാപ്പിള കാണാൻ വരുമല്ലോ വീട്ടിൽ. അപ്പൊ വന്നു അന്വേഷിച്ച് അവിടെ നിന്ന് ഒരു പഠിത്ത ഒരു കുട്ടീനെ ഇങ്ങോട്ട് വിടല്ലേ. ഇവിടെ കൂടുതൽ ഇവർ ബന്ധുക്കളെക്കാട്ടും കൂടുതലേ, അതായത് എനിക്ക് തോന്നിയില്ല ഇവരുടെ വീട്ടിലിട്ടോ. കാരണം ഇവരെ സാറുമാര് അങ്ങനെ, കാരണം അവരെ എഡ്യൂക്കേറ്റഡ് ആയതിനെ അവര് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരാണ് കൂടുതൽ വന്നായിരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അവരെ ഇംപ്രസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഇവരെ അവിടുത്തെ ഫുഡ് ഞാൻ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോയപ്പോ ചോറ്, അങ്ങനെ പപ്പടം, അങ്ങനെ ഇവിടുത്തെ പപ്പടം പൊന്തില്ല, നമ്മുടെ അടുത്ത പൊള്ളമില്ല, അങ്ങനെ വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരോട്. അപ്പൊ നമ്മളോട് വന്നപ്പോ നമ്മൾ കുറെ നമ്മുടെ കറികൾ തന്നെ കൂടുതലാണ്, ചോറിടാൻ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടു, പിന്നെ നമ്മൾ സൽക്കരിക്കുന്ന രീതി ഒന്ന് ഇഷ്ടപ്പെട്ടു. അതും ഏകദേശം വീട്ടുകാരും കൂടി ഓക്കെ ആക്കണ്ടേ. ഭക്ഷണത്തിൽ ഇവിടെ ഏകദേശം ഓക്കെ ആക്കി. പക്ഷെ എന്നത് ഇവിടെ കരുത് എന്നും ഉണ്ടാവിച്ചിട്ടാണ് ഇവിടെ വന്നേ. പക്ഷെ നമ്മളിവിടെ നമ്മളെ ഫംഗ്ഷൻ അല്ല, സത്യത്തില് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെണ്ണെടുക്കാനും പെണ്ണ് കൊടുക്കാനും, അതായത് കെട്ടാനും കെട്ടിച്ചു വിടാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് വേറെ കൺസെപ്റ്റും കൂടി ഉണ്ട്. തമിഴ്നാട്ടില് ചെലവ് കുറയും. എന്റെ കല്യാണ ശരിക്കും തമിഴ്നാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടത്തെ കല്യാണത്തിന് ചെലവ് കുറവാവുന്നു. എനിക്ക് അറിയില്ല. എന്റെ സിസ്റ്ററുടെ കല്യാണം ഒക്കെ നമ്മുടെ കേരളത്തിലായിരുന്നു. എന്റെ കല്യാണം അവിടെ വെച്ച് നടത്താൻ അവിടെ കൊണ്ടുപോയി നടത്തിയപ്പോ പക്ഷെ അവിടെ ചെലവ് കൂടി. കാരണം അവിടെ ചെയ്യുമ്പോൾ 2 ദിവസത്തെ 3 ദിവസത്തെ കല്യാണമായിരുന്നു. നമ്മളവിടുത്തെ പോലെ ഈ നളുങ്ങ് വെക്ക് അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മളെന്താ പറയാ ഡെലിവറി ആയിട്ട് കുട്ടി കൊണ്ടുവന്ന ചടങ്ങിന് എന്താ പറയല്ലോ, അയ്യോ വളകാപ്പ്. അത് ഡെലിവറിക്ക് മുന്നേ ഡെലിവറിക്ക് മുന്നേ ഡെലിവറിക്ക് മുന്നേ കൊണ്ടുപോകുന്ന ചടങ്ങിലൊക്കെ വലിയ ഫംഗ്ഷൻ ആയിട്ട് അവിടെ ചെയ്യും. അത് ഈ സിനിമകളിൽ പോലും ഏത് വിജയ് നമ്മളെ തിരിച്ചറിയില്ല. വളയിൽ ഫുള്ളായി ഇട്ടിട്ട് കയ്യില് മഞ്ഞളൊക്കെ തൂത്ത് അത് അയക്കാൻ പാടില്ല, ഡെലിവറി വരെ അയക്കാൻ പാടില്ല. എനിക്കത് ശബ്ദം കേൾക്കുന്ന ഇഷ്ടമല്ല. കുട്ടി പറഞ്ഞ ശേഷം അത് ഊരി വെക്കാം. ആ ഡെലിവറി സമയത്ത് ഊരി വെക്കും. അങ്ങനെ ഏട്ടാ ആ സൗണ്ട് പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് സൗണ്ടാണ് ഇഷ്ടമല്ല. ആചാരങ്ങളെ നശിപ്പിച്ചേ. ഇവിടെ ഇതുവരെ എന്നും ഉറങ്ങുമ്പോൾ ഈ സൗണ്ട് ആണ്. ഫോൺ വിളിക്കുമ്പോൾ കേൾക്കില്ല. ഇവിടെ അവിടെ അല്ലേ, ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കണം. ഫോണിൽ കേൾക്കില്ല. ഇവിടെ 7 നാൾ അങ്ങ് അതാണ്. അതിന് പോയിട്ട് ഫംഗ്ഷൻ വെച്ചാൽ നമ്മൾ ഫുള്ള് എന്താ പറയാ ചന്ദനം അതൊക്കെ എന്നെ തിരിച്ചറിയില്ല, ഇവിടെയും തിരിച്ചറിയില്ല. ഞങ്ങൾ വീടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറെ പേര് ചോദിച്ചു. ഞാൻ അവിടുത്തെ ചടങ്ങുകൾ അപ്പോഴാണ് പലരും കാണുന്നത്. നമ്മൾ ടിവിയിൽ കാണുന്ന നല്ല ഒറിജിനൽ ചടങ്ങുകൾ, ഈ മുഖത്തൊക്കെ ചന്ദനം അതൊക്കെ തേച്ചിട്ട് ഫുള്ള്. പക്ഷെ നമ്മളതിനെ കുളിപ്പിക്കും ഒരു ശരിക്കും പോലെ ആ ഫംഗ്ഷൻ തന്നെ. കാരണം ഷാമ്പൂവിന്റെ ഒരു ഇതുണ്ട്, പൊടി, അതൊക്കെ തലയിലിട്ടും മേത്തൊക്കെ തേക്കും. നമ്മള് പോയി കുളിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ. പെണ്ണ് കിട്ടാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ പോയി പെണ്ണ് കിട്ടി എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ഇവിടങ്ങളിലുള്ള നാട്ടുകാരെങ്ങനെയായിരുന്നു രാജശ്രീനെ സ്വീകരിച്ചത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് മലയാളം അറിയാത്തതുകൊണ്ട് കുറെ ഹെൽപ്പ് ചെയ്തു മലയാളം പഠിക്കാൻ. പിന്നെ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഇവള് ശരിക്കും പോലെ BEd PG ഒക്കെ കഴിഞ്ഞു. പിന്നെ യോഗ ചെയ്തിട്ടുണ്ട്, MA യോഗ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് ആദ്യം അറിഞ്ഞില്ല. നമ്മളിവരെ ഫുള്ളായിട്ട് മാട്രിമോണി ഡീറ്റെയിൽ കൊടുക്കാത്തതുകൊണ്ട് ഫുള്ള് ചെക്ക് ചെയ്ത് തോന്നി. പിന്നെയാണ് ഇവള് പറഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ സ്ത്രീകളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടുവോ? പെട്ടെന്ന് ഈ അതെല്ലാം ആദ്യം അങ്ങനെ ഉണ്ടായി, പണ്ടത്തെ അങ്ങനെ ഉണ്ടായി. ഇപ്പൊ എല്ലാം പഠിച്ചിട്ടാ കല്യാണം കഴിക്കുന്നത്. ജോലിക്ക് പോയാലും കുഴപ്പമില്ല. അങ്ങനെ MSc BEd കഴിഞ്ഞിട്ട് ചിലപ്പോ പ്രൈവറ്റ് ജോലി അങ്ങനെ അതൊക്കെ പോവും. മറ്റത് അത് കഴിഞ്ഞിട്ടാ
കല്യാണം കഴിച്ചു കൊടുക്കും. ഇപ്പം പെട്ടെന്നെല്ലാം ഇപ്പൊ കല്യാണം കഴിക്കത്തില്ല. കേരളത്തിലെ പോലെ തന്നെയായി. ഫുള്ളായി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാ പിന്നെ എഡ്യൂക്കേഷൻ വേണം, നല്ല ജോലി വേണം, സ്ഥലം വേണം. പിന്നെ அவங்க പെണ്ണ് കൊടുക്കുறவங்க வந்து വീട് വേണം, സ്ഥലം വേണം, എല്ലാ പ്രൈവറ്റ് ജോലി ആയാലും ഒരു 50-60 അങ്ങനെ വേണം സാലറി. അങ്ങനെ വേണം. എന്നിപ്പോ എല്ലാരും എന്നോട് ചോദിക്കുകയാണ് ആ പോസ്റ്റിന്റെ മില്ല തന്നെ പെണ്ണ് അന്വേഷിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ആരുടെയും വിഷമി നോക്കാന്ന് പറയും, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് അറിയുന്നവർക്ക് തന്നെ കൂടുതൽ കിട്ടുന്നില്ല നോക്കുമ്പോ. എല്ലാരും ഈ ഒരു ഡിമാൻഡ് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ നോക്കുമ്പോഴും ഇത് തന്നെയാണല്ലേ അവസ്ഥ. ഡിമാൻഡ് കേരളത്തിൽ 27 വയസ്സ് മുതൽ നോക്കിയിട്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയമായി പോയി. ഞാൻ തൃശ്ശൂര്, മലപ്പുറം നോക്കിയിട്ടുണ്ട്. തൃശ്ശൂര് പിന്നെ 2-3 പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫൈനൽ സ്റ്റേജിൽ വന്നിട്ട് നമുക്ക് അത് പോവും. അപ്പൊ നമുക്ക് നമ്മൾ ഓരോ വിഷമമാണ്. പിന്നെ നമ്മൾ ഒരു 2 മാസം റെസ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ട്രൈ ചെയ്യുക, അല്ല നമ്മള് ഡ്രസ് പഠിച്ചിട്ടും കാര്യമില്ല. വിഷമം ഉണ്ടാവും. പിന്നെ നമ്മൾ ട്രൈ 1 മാസം ഭയങ്കര വിഷമം. ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താ നമ്മള് കല്യാണത്തിന് ചെല്ലുമ്പോ? മെയിനായിട്ട് ജോലി ആയിരിക്കും. ജോലി നോക്കും. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിട്ട് ഓക്കെ ആയിരിക്കും. പിന്നെ വിളിച്ചു പറയാം ഒരു ജാതകം ശരിയായില്ല. ചിലപ്പോൾ അതാണ് റീസൺ നമുക്ക് അറിയില്ലല്ലോ, ജാതകം ശരിയായില്ല. അതുപോലെ തന്നെ കണ്ടു 2-3 പെൺകുട്ടികൾ ഇതുപോലെ വേറെ കഴിച്ച് ഒളിച്ചോടി പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പെണ്ണ് കണ്ടു നമ്മൾ ഓക്കെ ആയിട്ട് ഓക്കെ പറയും. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് വീക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ആ സമയത്ത് വിഷമം, നമ്മള് റെഡി ആവുന്ന കാത്തിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഉണ്ടാവുക. ഈ പ്രദേശത്ത് തമിഴിൽ കല്യാണം കഴിച്ചേക്കുന്ന മാത്രമല്ല അല്ലേ? ഞങ്ങൾ അറിയണത് ഞങ്ങളുള്ളൂ. ഇനിയിപ്പോ അടുത്ത് ഇപ്പൊ ഉണ്ടായിരിക്കാം. എന്റെ ഫ്രണ്ട്സിലാരും നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ആരും ഇല്ല. ഇവിടെ അടുത്ത് ആരാണ് കല്യാണം കഴിച്ചത്? പിന്നെ യൂട്യൂബ് ചാനൽ തമിഴ് കേരള കപ്പിൾ അങ്ങനെ പറയും. അപ്പൊ നമ്മള് നമുക്ക് ശരിക്കും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങി. പക്ഷെ അതിന് മുമ്പ് ഫേസ്ബുക്കിലാണ് ഫസ്റ്റ് മോണിറ്റൈസ് ആയപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിന്യൂ ചെയ്തു പോയി. യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് ആയിട്ടില്ല. ഫേസ്ബുക്കിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് അങ്ങനെ കോൺടാക്ട് വന്നപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് കല്യാണം കഴിച്ചവരുണ്ട്. ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവരും ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ പ്രണയിച്ച് കല്യാണം കഴിച്ചവര് അല്ലെങ്കിൽ ആരെങ്കിലും റിലേഷൻ വന്ന് കല്യാണം ഡയറക്റ്റ് കല്യാണം കഴിച്ചവര് കുറവാണ്. ജോലിക്ക് പോയിട്ട് അധികം ഞാൻ പറയാം പെൺകുട്ടികളായിട്ട് കോണ്ടാക്ട് ചെയ്താലാണ് കല്യാണം. അല്ല വീട്ടുകാരിപ്പോ ഓക്കെ ആവില്ല, ലോങ്ങാന്നൊക്കെ ചിന്തിച്ചിട്ട്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവളുടെ വീട്ടില് പെണ്ണുക്ക് ഇഷ്ടപ്പെട്ട പിന്നെ കൺവിൻസ് ചെയ്യണം. പെണ്ണുക്ക് ഇഷ്ടപ്പെട്ട കൺവിൻസ് ചെയ്യണം, അപ്പുറം വന്ന് വീട്ടുകാരെ കൺവിൻസ് പണി കല്യാണം. ഇവളുടെ വീട്ടിൽ നിന്ന് ഗൾഫിലെ പറഞ്ഞ ജോലിയെ കൊടുക്കല്. ഇവളുടെ ഭാഗത്ത് ആർക്കും ദൂരത്ത് പോയി ഇവർക്ക് എല്ലാ വിശേഷങ്ങളും നമ്മുടെ വീട്ടിൽ ചെല്ലണം. അങ്ങനെ വെളിയിൽ ഫോറിനിൽ இருக்கிறவங்களுக்கு அதிகம் പെണ്ണ് കൊടുക്കില്ല. ഇത്ര ഡിസ്റ്റൻസിൽ വിട്ടിട്ട് പോയിട്ട് പെട്ടെന്ന് ഇവിടെ ഏതാச்சும் നടന്ന് വരാൻ പറ്റില്ലല്ലോ. അപ്പാവുക്ക് അമ്മാവുക്ക് ഇപ്പം பயம் இருக்கா? முன்னாடி பயம் இருந்தில்லையா? இந்த கேரளா இந்த தூரம் நம்ம பொண்ணு அப்படி எங்க இருக்கோ அப்படி இல்ல. இப்போ குழப்பமில்லையா? இப்போ அவங்களுக்கு பயம் இல்லையா? ஆனா அதே ஒரு கொல்ல வரைக்கும் அவங்களுக்கு അങ്ങനെ ഒരു പേടി ഉണ്ടായി. ഇത്ര ദൂരത്തില് അത് ഞാനിങ്ങനെ പച്ചക്ക് ചോദിക്കുന്നല്ലോ. അതായത് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ഇതാണ്. ഇപ്പം കേരളത്തിലെ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് ഈ നാടിനെ കുറിച്ച് അറിയാന്നല്ലേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിലുള്ള ഞങ്ങളെ കുറിച്ചൊക്കെ എന്താ കേട്ട് വെച്ചേക്കുന്നത്? പറഞ്ഞു തയക്കം കൂടെ എന്നാ പറയാ, കൂച്ചം കൂടാതെ പറഞ്ഞു. ക്യാരക്ടറിലെ കുഴപ്പമില്ല, അങ്ങനെ നോക്കുന്നുണ്ട്. ഇത് എന്താ ഡ്രിങ്ക്സ് അതുപോലെ ഒരു ബാഡ് ഹാബിറ്റ് ഇല്ല. ഒരു സിലർക്ക് തമിഴ്നാട്ടില് എല്ലാവർക്കും ഇല്ല, ഒരു സിലർക്ക് അങ്ങനെ ഉണ്ട്. അതുപോലെ ഡ്രിങ്ക്സ് ചെയ്യുന്നവங்க അങ്ങനെ ഉണ്ട് തമിഴ്നാട്ടില്. അതിന് ഞാൻ ഏകദേശം ഫസ്റ്റ് 1 ഇയർ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ നമ്മളത് ഇവരെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല. മാക്സിമം അവരെ ഫംഗ്ഷനൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, പിന്നെ ഹാപ്പി ആയിട്ട് ഇരിപ്പിക്കുക. എന്താ ജോലി? എന്താ? ഞാൻ ഇന്റീരിയർ ഡിസൈനർ ആണ്. ഒരു കമ്പനി സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബ്രോക്കർ ആയിട്ട് നിൽക്കുവാണല്ലേ? ഇപ്പൊ ഏകദേശം ബ്രോക്കർ ആയിട്ടുണ്ട്. കുറെ പേര് ആയി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളെ കൃഷിയുടെ വീടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവളുടെ വീട്ടിൽ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് ആദ്യം കാണുമ്പോ രസമാണ് പാടത്തേക്ക് ഇറങ്ങുക. അപ്പൊ കൃഷി ചെയ്യുന്ന ഒരു വീടിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ അതൊരു കുറച്ച് കതിരൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് വെക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തു നമ്മള് വീഡിയോ ഇടാൻ വേണ്ടിട്ട്. ആദ്യം നമുക്ക് രസമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെ കുനിഞ്ഞേക്കാൻ വയ്ക്കില്ല. നമുക്ക് നല്ല പെയിൻ ആയി. ഞാൻ പിറ്റേ ദിവസം പണിതില്ല. നമ്മള് ഇവരെ സ്ഥിരമായിട്ട് ചെയ്തിട്ട് അവങ്ങൾക്ക് പെയിൻ അറിയില്ല. അവിടെ വന്നിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചാല് അവിടെ അടുത്തുള്ള ആൾക്കാർക്ക് മരുമകൻ പറയില്ല. அவங்க വന്നിട്ട് കൃഷിപ്പണി അങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്റെ അച്ഛൻ അമ്മക്ക്. അങ്ങനെ ഏട്ടനൊക്കെ അതെ കുറിച്ച് അറിയില്ലല്ലോ. അതിങ്ങനെ പറയാം എന്റെ അമ്മ ഇവിടെ അടുത്ത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഏതാச்சுം ചെയ്യോ ഇപ്പൊ അടുത്താണ് പെങ്കൊച്ചിനെ കെട്ടിച്ചിരുന്നെങ്കിൽ മരുമകൻ വന്ന് ഞങ്ങൾക്ക് 2 നെൽക്കതിരെങ്കിലും കുത്തി വെച്ചിട്ട് പോകുന്നേനെ. നമ്മളെ ബന്ധുക്കള് ഇപ്പൊ നമ്മളിപ്പോ അവര് വീട്ടിൽ പോയിട്ട് നമ്മള് നട്ട് കഴിഞ്ഞാൽ അവർ അതിന് പകരം പൈസ തരലല്ല, അവര് നമ്മുടെ കയ്യിൽ വന്നിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഇവരെ അവിടുത്തെ ഒരു
രീതി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഏട്ട ഒരു ദിവസം ഇങ്ങനെ പണി എടുത്തിട്ടുണ്ട്, നിലക്കടലുണ്ടല്ലോ അതിലെ കള അത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കള ഒരു ഇങ്ങനെ കുറച്ചു ദൂരം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് മാക്സിമം വെയിലല്ലേ, നല്ല വെയിലാണ്. ഡയറക്റ്റ് അടിക്കുമല്ലേ. ഞാൻ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് സെറ്റിൽ ആവണമെന്നൊക്കെ മൈൻഡൊക്കെ തന്നെയാണ്. ഒരു കൃഷി സ്ഥലമൊക്കെ മേടിച്ചിട്ട്, കാരണം നമ്മൾ ഒരു ലോക്ക്ഡൌൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ, നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലും ഇപ്പൊ ജീവിക്കാം. കാരണം ഞാനിത് വീട് ഇട്ടപ്പോ തന്നെ പലരും നമ്മുടെ ഈ എന്താ പറയാ ധാന്യങ്ങള് അതൊക്കെ വേണ്ടി ചോദിക്കുന്നത്, നമ്മളോട് വില കൊടുത്ത് മേടിക്കുന്ന സാധനമൊക്കെ ഇവർക്കത് തീരായിട്ട് ഇവരെ വീട്ടിലുണ്ടാക്കും. ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന അങ്ങനെ കാര്യം, കാരണം കുറച്ച് അവർക്കും കൂടെ ഇപ്പൊ കിട്ടുന്നതിന്റെ ഒരു കുറച്ച് ശതമാനം കൂടെ കൂട്ടി കിട്ടാം. ബിസിനസ് ഒക്കെ 7 ഏക്കർ ഉണ്ടല്ലോ. വരദക്ഷിണ എന്നാ കൊടുത്താച്ച്? ഗോൾഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സത്യം പറയണം, കുഴപ്പമില്ല. ഗോൾഡ് കൊടുത്തിട്ടുണ്ട് എന്റെ വീട്ടിലിരുന്ന്. പിന്നെ പൈസ 1 ലക്ഷം അങ്ങനെ പൈസ കൊടുത്തു. അത് ഇവരെ തമിഴ്നാട്ടിലെ സംബന്ധിച്ച് ഈ കട്ടില് അലമാറ അതൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ തന്നെ നമ്മൾ കൊടുക്കണം എന്നൊരു ചടങ്ങ് കൊടുക്കണം. പക്ഷെ ഇവിടെ ആൾറെഡി ഉണ്ട് ബെഡ്, ഉണ്ടായിരുന്നു. அதனால പൈസ കൊടുത്താൽ ഇത് കുറച്ച് ചെലവ് ചെയ്യല. അങ്ങനെ മനസ്സിനുള്ളിൽ ആഗ്രഹം നമ്മൾ വേണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഒരു ആഗ്രഹം കൊണ്ട് ഇട്ടു തന്നു. പൈസ വേണ്ട ഏതോ ഒരു പടത്തിനകത്ത് സലിംകുമാർ പറയുന്നല്ലേ, വേണ്ട വേണ്ടത് ഇങ്ങോട്ട് ഇട്ടോളാൻ പറയുന്നല്ലേ. പിന്നെ പാത്രങ്ങൾ അവിടെ ഒരുപാട് പാത്രം. അതെന്റെ വീട്ടിലൊരു ഇപ്പൊ ഞങ്ങൾ പുതിയ വീട് വെച്ചാ അതുക്ക് പാത്രം മേടിക്കാൻ വേണ്ട. സേലത്താണോ അച്ഛൻ്റെ? സേലത്താണ് അച്ഛന്റെ വീട്. അതുപോലെ തന്നെ ഏട്ടന്റെ അച്ഛന്റെ വീട് സേലം. അപ്പൊ അമ്മ എവിടെയാ? അമ്മ അവിടെ തന്നെ. അവിടെ ഞാൻ ചെറുപ്പം പോലെ ഇവിടെയാണ്. അനിയത്തിനോട് കല്യാണം കഴിച്ചു. ശരിക്കും പോലെ ഞാൻ മലയാളിയാ. അമ്മ മലയാളിയാണ്. അമ്മ കേരളത്തിലും തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ചു. പക്ഷെ നമ്മൾ ഇപ്പൊ പലരും പറയുന്നുണ്ട് പെൺകുട്ടിയോട് അവിടെയുള്ള റിലേഷൻ ആണ്. പക്ഷെ റിലേഷൻ ഉണ്ടായാൽ മാത്രം പോരാ. എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഒരെണ്ണം നോക്കി മുടങ്ങിപ്പോയി, വീണ്ടും നോക്കി മുടങ്ങിപ്പോയി, പിന്നെ അത് റെഡി ആയത് ഇവൾക്ക് ഓക്കെ ആയതുകൊണ്ടാണ് റെഡി ആയത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് വീടുണ്ടാക്കി മറ്റു കാര്യമില്ല. നമ്മൾ പറയുന്ന ജോക്സ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവോ? അതിലാണ് വലിയ പ്രശ്നം തന്നെ ഇരിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഇവർക്ക് ആദ്യം വന്ന സമയത്തൊക്കെ നമ്മൾ സിമ്പിളായി പറഞ്ഞ ഇവർക്ക് ചീത്ത വാക്കുകളായിരിക്കും. ഇവിടെ പറയുന്ന ചീത്ത വാക്ക് നമുക്കത് തെറിയായിരിക്കും. അപ്പൊ എനിക്കൊരു പേടിയാണ് ചിലവ്. പിന്നെ നമ്മളിപ്പോ നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഇല്ലായിരുന്നു നമ്മള് വിഷമം തന്നെ ഒരു 3 ടൈപ്പിൽ പറയാം. ഇല്ല എന്ന് പറഞ്ഞ ഒരാളോട് സ്റ്റോപ്പ് ചെയ്ത് പറയണം, ഇല്ലായിരുന്നു പറഞ്ഞ ഒരു വിഷമം. പക്ഷെ ഇവൾക്ക് ആ ഇല്ല എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ചിലപ്പോ എന്റെ കൂടെ ഇരിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഇല്ലായിരുന്നു എന്നായിരിക്കും. ആൾക്ക് ദേഷ്യം തോന്നും. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി മനസ്സിലാക്കി വരാണ്ട്, അതുകൊണ്ട് പലർക്കും അതൊരു ദേഷ്യം തോന്നും. ഞാൻ അവളോട് അപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് വാക്കുകൾ കൂടുതലാണല്ലോ. നമുക്ക് വാക്കുകൾ കൂടുതലാണ്. നമ്മൾ സെന്റിയായിട്ട് പറയും, ദേഷ്യത്തിൽ പറയും, ചിരിച്ചുകൊണ്ട് പറയും. ഇവർക്ക് അത് അങ്ങനെ പറ്റില്ല. இங்க இடத்துல நிறைய இல்ல இருக்க இல்லடா போடா இல்லடா. ആദ്യം കേൾക്കുമ്പോ എല്ലാരും രസമാണ്. നമ്മള് വീഡിയോ ഇടുമ്പോഴൊക്കെ എല്ലാരും ഇങ്ങനെ പറയും. പിന്നെ എല്ലാരും കമ്പനി, ഇപ്പൊ കുറെ പേര് അങ്ങനെ കമ്പനി വന്നവരുണ്ട് തന്നെ നമുക്ക് കുറെ പേരെ അറിയാം. അതിപ്പോ ചില സമയത്ത് ചില വീഡിയോ ഒക്കെ ഭയങ്കര റീച്ച് വരുമ്പോ എല്ലാവർക്കും നമ്മൾ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കല്യാണം കഴിക്കുമ്പോ ഞാൻ ഇടുന്ന കമന്റിൽ പലരും ചോദിക്കുന്ന കാര്യങ്ങൾ തമിഴ്നാടിനെ പോസിറ്റീവായി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും വീട് നമ്മൾ താമസിക്കുന്ന കൂടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ഇവിടെ കുറ്റം പറയല്ല. അപ്പൊ ചിലവരിങ്ങനെ നമുക്ക് കമന്റ് ചെയ്യുന്ന നമുക്ക് കമന്റിൽ റിപ്ലൈ കൊടുക്കണ്ട. അപ്പൊ പലരും ചോദിക്കുന്ന കാര്യം ചോദിച്ചുമ്പോ ഇവർക്ക് തമിഴ്നാട്ടിൽ ഒരുപാട് ബെനിഫിറ്റ്. ഇപ്പൊ ഇവിടെ മാരേജിന് തന്നെ 50,000 രൂപ ഒരു പവൻ സ്വർണം ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഗോൾഡ് 50,000 രൂപ പൈസ സ്കൂളിലെ സൈക്കിൾ കിട്ടും. ഇവളുടെ വീട്ടിലെല്ലാം ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ അനിയനക്ക് ഏട്ടനക്ക് 3 ആൾക്കുമേ കിട്ടിയിട്ടുണ്ട്. ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അതെല്ലാം ഒരുപാട് സാധനം അവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഡെലിവറിക്ക് കറണ്ട് ബില്ലിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ കറണ്ട് ബില്ല് കൂടുതലാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ അധികം യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം എന്നാലും ഒരു 1000 അടുത്തൊക്കെ കറണ്ട് ബില്ല് വരും. അപ്പൊ എന്റെ വീട്ടില് ഞാൻ പറഞ്ഞ ഫാദറിന്റെ വീട് അവിടെ ഞാൻ 35 രൂപ കറണ്ട് ബില്ല് അടച്ചത് ഒരു 1 ഇയർ ആയി. ഇതുവരെ അടച്ചിട്ടില്ല. കാരണം 100 യൂണിറ്റ് ഫ്രീ ആണ്. നമ്മുടെ വീട്ടിലെല്ലാം യൂസ് ചെയ്യും. പക്ഷെ ഇതൊരു കറണ്ട് ബില്ല്. എന്റെ കല്യാണ സമയത്ത് നമ്മൾ അവിടെ ഈ മാലവെളുപ്പൊക്കെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പാട്ട് വെക്കുക, ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. നമുക്ക് കല്യാണം ചെവി വെക്കില്ല, അത്രയും അവർക്ക് പാട്ട് വെക്കും. മരിച്ചു കഴിഞ്ഞാലൊക്കെ എനിക്ക് അവിടെ ചടങ്ങിന് ഇപ്പൊ പേടിയാണ്. കാരണം അവിടെ നമ്മൾ കണ്ടില്ല. ഇപ്പൊ പിന്നെ ഓക്കെ ആയി. ആദ്യം ചെല്ലുമ്പോ അവിടെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. കാരണം അവിടെ വലിയ അവിടെ മാല ഉണ്ടല്ലോ, പൂമാല, അത് ഫുള്ള് കാണാൻ വരെ ആൾക്കാർക്ക് എല്ലാം കൊണ്ടുപോകാം. ഇവിടെ വെറും സിമ്പിളായി ആരും ഏതും കൊണ്ടുപോകുന്നില്ല. അവിടെ മരിച്ച വീട് തന്നെ അറിയില്ല. അവിടെ ഇങ്ങനെ അടുത്തുള്ള വില്ലേജിലേ അറിയും. മേളം ഇങ്ങനെ പഴയ പാട്ടുകൾ ശിവാജി ഗണേശന്റെ ഇത് വെടിവെടിക്കും, അതെല്ലാം ഉണ്ട് അവിടെ മരിച്ച വീട്ടില്. ഇവിടെ വന്നിട്ട് ദീപാവലി വിഷയം വീട്ടിൽ സൗണ്ട് കേൾക്കുന്നില്ല, ഉണ്ട്, കുറവാണ്. പിന്നെ ഇവിടെ മരിച്ച വീട്ടിൽ എപ്പോഴും എല്ലാരും ഭയങ്കര സാഡാണ്. കരയൊക്കെ ചെയ്യും.
പക്ഷെ இருந்தாலும் ഇതുപോലെ ഒരു സമ്പ്രദായം ഉണ്ട് അവിടെ തമിഴ്നാട്ടില്. ഇത് മാല അങ്ങനെ കൊണ്ടുവരുന്നത് ഇതെല്ലാം ഉണ്ട്. പിന്നെ ഫംഗ്ഷനും ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്നാ പറഞ്ഞു കേരളത്തിലേക്ക് കെട്ടിപ്പോയിട്ട്? അവർക്ക് ഇതുപോലെ കേരള ചെറുക്കനെ വേണമെന്ന് പറഞ്ഞോ? അങ്ങനെ அவங்க എങ്ങനെ ചോദിക്കും, ഇനി അവിടെ പോയിട്ട് ജാലിயா இருக்கு, അങ്ങനെ കേരള நார்மலா கொஞ்சம் கிளைமேட் ഇങ്ങനെ കൂളിംഗ് ഇരിക്കണം, എല്ലാവർക്കും അവിടെ അറിയും. കേരള അവിടെ കൂളിംഗ് ക്ലൈമേറ്റ് ഉണ്ട്, പിന്നെ അവിടെ ജാലിயா இருக்கு നീ അങ്ങനെ പറയും, ഹാപ്പിയാ. അവർക്ക് ആർക്കെങ്കിലും ചെറുക്കനെ ചോദിച്ചോ? കൂട്ടുകാർക്ക് പെണ്ണ് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് അതായത് അവിടെ ചെക്കൻ ഇവിടെ പെണ്ണുണ്ടാന്ന് ചോദിച്ച്, പെണ്ണ് ആരവിടെ ചോദിച്ചിട്ടില്ല. ഒരു ചിലർ வந்து കുറച്ച് ഡിസ്റ്റൻസ് നോക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് എന്റെ ഫ്രണ്ട് ഒരുത്തിയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനെ ഇല്ല അത്ര ദൂരത്തില് കൊടുക്കാൻ മാട്ടാங்க അങ്ങനെ പറഞ്ഞു, വീട്ടിക്ക് ഇഷ്ടമില്ല അങ്ങനെ പറഞ്ഞു. ചക്കൻ ചോദിച്ചു ഇവിടെ പെണ്ണുണ്ടോ, കേരള കുട്ടിയെ വേണ്ട. മാട്രിമോണിയൊക്കെ തുടങ്ങിയ ഇറങ്ങി നടക്ക്, എന്നിട്ട് കൃഷിയൊക്കെ ഒന്ന് ഡെവലപ്പ് ആവ്, അടിപൊളിയാവ്. ഓക്കെ, എന്താണേലും നിങ്ങൾ പറഞ്ഞ കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇപ്പൊ നിങ്ങളുടെ ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്തു. ഞാൻ വീഡിയോസ് കാണാറുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പാടത്തിന്റെ നടുവിൽ കൂടെ വരുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ സ്കൂട്ടറിലൊക്കെ വരുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ഗ്രാമീണത, തനിമ അങ്ങനെയൊക്കെ ഉള്ളൊരു നൊസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ഇപ്പൊ അവളെ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ നടക്കാൻ സ്ഥലമില്ല, അവിടെ പോയി ഫുൾ കൃഷി ഒരു എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇവിടെ അവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് രാവിലെ എല്ലാം കഴിയും. ഇവിടെ ഉച്ചയ്ക്ക് വരെയും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിട്ട് അത് കഴിക്കുന്നത് ഇതെല്ലാം കുറച്ച് എനിക്ക് ഇഷ്ടപ്പെടില്ല. അവിടെ രാവിലെ തന്നെ ഒരു ഫുഡ് മാത്രം ഉണ്ടാക്കും, അങ്ങനെ അത് കഴിയും. മാത്രം കൃഷി പണിക്ക് അങ്ങനെ പോകും. മനസ്സിലായി. നമ്മുടെ ഒരു കോമഡി ഉണ്ട്, അതായത് 10 മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് 2-3 മണിക്കൂർ സ്ത്രീകൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടു. 10 മിനിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്യും. അത് ഏറ്റവും വലിയൊരു കാലത്ത് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഒരു കൃഷി പോകും, പിന്നെ വൈകിട്ടാ വരുന്നത്. നമ്മള് പക്ഷെ ഉച്ച ആവുമ്പോൾ ഭക്ഷണം കഴിച്ച് തീരാൻ തന്നെ ജോലിക്ക് പോകുന്നത് രാവിലെ വൈകുന്നേരം. പിന്നെ അവിടെ സ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങള് സാറ്റർഡേ സൺഡേ ഹോളിഡേ ഉണ്ടല്ലോ, അപ്പൊ ചെറുപ്പത്തിലത് ഒരു 6th സ്റ്റാൻഡേർഡിലിருந்து ഞങ്ങൾ പണിക്ക് പോകും. ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് ഒരു വീട്ടിക്ക് പണിക്ക് പോയിട്ട് അത് പൈസ അവിടെ വലിയ ഇങ്ങനെ പണിക്ക് പോறது ഒരു ഇതായിട്ട് നെഗറ്റീവായിട്ട് നിனைக்கிறேன். நாங்க ஒரு என்ஜாய்மெண்டோட போவோம். അടുത്ത വീട്ടിക്ക് അവങ്ങള് ഞങ്ങൾ തന്നെ വിളിക്കും, ചെറിയ കുട്ടിക്ക് നല്ല പണിയെടുക്കും അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കും. കോളേജ് ഹോളിഡേ എല്ലാ സമയത്തും പണി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൃഷി പണി. സ്ഥലം ഉണ്ടെങ്കിലും സ്വന്തം ഇവിടെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് ശേഷം വേറെ സ്ഥലത്ത് പോയിട്ട് 1 മണിക്കൂർ ജോലി ചെയ്യും, അങ്ങനെ ചെയ്യും. അവിടെ പൈസ ഭയങ്കര അധ്വാനികളാണ്. പൈസ അങ്ങനെ സേവ് ചെയ്യണം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്. എവ്വളോ പൈസ ഇരുന്നാലും അവங்களுக்கு இன்னும் പണിയെടുക്കണം, റെസ്റ്റ് അടിക്കില്ല. എന്റെ അമ്മക്ക് കുറച്ച് വയ്യാതായിക്കുന്നു, പക്ഷെ എന്നാലും அவங்க ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ തിരിച്ച് പണിക്ക് തന്നെ പോകും. പറഞ്ഞാലും കേൾക്കില്ല, അവങ്ങൾക്ക് പണിയെടുത്തിട്ട് അവങ്ങൾക്ക് വീട്ടില് വെറുതെ ഇറക്കില്ല. ഇവിടെ ഞങ്ങൾക്ക് അത് പറ്റില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് തടി കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ച് എക്സസൈസ് എനിക്ക് പിന്നെ ചെയ്യില്ല, പിന്നെ ഒരാഴ്ചക്ക് ചെയ്യില്ല, മടിയാണ്. നമ്മള് അങ്ങനെ ഒരു കൾച്ചർ നമുക്ക് ഇവിടെ കാണാത്തോണ്ടാ. നിങ്ങളുടെ കൾച്ചർ മനസ്സിലായില്ല, ഒരു വ്യത്യാസം മനസ്സിലായി. കൾച്ചറൽ ഗ്യാപ്പാണ്, വേറെ പ്രശ്നങ്ങളൊന്നും. ഞങ്ങളൊക്കെ നല്ല പണിക്കാരാണ്, ജോലി സ്ഥാപനത്തിൽ ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. പട്ടി പണി എടുക്കും അല്ലേ? അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ? വേറൊരു സ്ഥാപനത്തിൽ ചെല്ലണം, അവനോട് പണി എടുക്കുന്നില്ല, പുല്ല് പറിക്കത്തില്ല. പക്ഷെ അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗൾഫിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ഏകദേശം അത് ഓക്കെയാണ്, ഗൾഫിൽ പോകണ്ട. അപ്പൊ എന്തായാലും സന്തോഷം, കണ്ടതിലും പരിചയപ്പെട്ടതിലും സംസാരിക്കാൻ കഴിഞ്ഞാലും താങ്ക് യു. ശരി.